गुड मॉर्निंग चिल्ड्रन। आज मैं एक नई कविता के बारे में बताती हूँ। कविता का नाम है एक माम की बेबसी। पाठ 9। इस कविता में एक गूंगे बच्चे की कठिनाइयों को चित्रित किया गया है। ഇവിടെ ഈ കവിതയിൽ ഒരു ഗൂങ്ക ഡംബ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ടുകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. साथ ही उसकी पीड़ा को देखकर उसकी माम को होने वाले दुख, ആ കുട്ടിയുടെ ദുഃഖം കണ്ടിട്ട് ആ കുട്ടിയുടെ അമ്മയ്ക്കുണ്ടാവുന്ന വിഷമവും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. कविता के द्वारा कवि ने इस प्रकार के लोगों के प्रति सहानुभूति भी प्रकट की है. ഈ കവിത വഴി കവി ഇപ്രകാരത്തിലുള്ള ജനങ്ങളോട്, അതായത് ഡംബ് ആൻഡ് ഡെഫ് ആയിട്ടുള്ളവരോട് എല്ലാവരും ഒരു ദയ കാണിക്കണം എന്നും കൂടെ പറയുന്നു. നോക്കുക. न जाने किस अदृश्य पड़ोस से निकल कर आता था वह खेलने हमारे साथ. रतन जो बोल नहीं सकता था खेलता था हमारे साथ. एक टूटे खिलौने की तरह देखने में हम बच्चों की ही तरह था वह भी एक बच्चा. न जाने किस अदृश्य पड़ोस से. ഈ ലേഖകൻ്റെ കുട്ടിക്കാലത്ത് കവി കൂട്ടുകാരോടൊപ്പം കളിക്കുകയാണ്. ആ സമയത്ത് ന ജാനേക്ക് സദൃശ്യ പടോസ് എന്ന നെയ്ബർ, ഒരു നെയ്ബറായിട്ടുള്ള, ഇവരിതുവരെ കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള ആ സ്ഥലത്ത് നിന്ന് ഒരു കുട്ടി കളിക്കാൻ വേണ്ടി വരികയാണ് ഇവരുടെ കൂടെ, കവിയുടെയൊക്കെ കൂട്ടുകാരുടെ കൂടെ. നികൽക്കർ ആത്താത്ത വ കേലിനെ ഹമാരെ സാത്ത്, കളിക്കാൻ വേണ്ടി വന്നു. രത്തൻ, പേര്, ആ കുട്ടിയുടെ പേരെന്താണ്? രത്തൻ. ജോ ബോൽ നഹീ സക്താത്ത, ആ കുട്ടി സംസാരിക്കില്ല. ഖേൽത്താത്ത ഹമാരെ സാത്ത്, എന്നിട്ടും ഞങ്ങളുടെ കൂടെയൊക്കെ കളിക്കാൻ വേണ്ടി വന്നു. ഏക്ക് ടൂട്ടേ കിലൗനേക്ക് തര്. ടൂട്ടേ കിലൗന പറഞ്ഞാൽ ഒരു പൊട്ടിയ കളിപ്പാട്ടത്തെ പോലെ. കുറേ നല്ല കളിപ്പാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊരു പൊട്ടിയ കളിപ്പാട്ടം ഉണ്ടെങ്കിൽ, ടോയ് ഉണ്ടെങ്കിൽ ഒരു അസ്വസ്ഥത പോലെ ഇല്ലേ, അതേപോലെ ഈ കുട്ടികളുടെ കൂടെ ഈ എന്താ പറയുക, ഗൂങ്കെ ഡംബ് ആയിട്ടുള്ള ആ കുട്ടിയും കളിക്കാൻ വേണ്ടി വന്നു. ദേഖ്നേമേ ഹം ബച്ചോം കി ഹി തര്, അവനെ കാണുമ്പം നമ്മളെപ്പോലെ തന്നെയുണ്ട്, ഇന്നൊരു വ്യത്യാസങ്ങളും ഇല്ല. വഹ് ബി ഏക്ക് ബച്ച, ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നല്ലോ, കാഴ്ചയിൽ എല്ലാ കുട്ടികളെപ്പോലെ തന്നെയാണ്. അടുത്തത് അപ്പം എന്താ പറയുന്നത്? ഒരു ഊമയായ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളെയാണ് ചിത്രീകരിച്ചത്. അതിനൊപ്പം അവൻ്റെ വിഷമം കണ്ടിട്ട് ആ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമവും ഇതിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ പേരെന്താണ്? രത്തൻ. ആ കുട്ടി ഇവരുടെ കൂടെ കളിക്കാൻ വേണ്ടി വന്നു. അവന് സംസാരിക്കാൻ അറിയില്ല, ഒരു പൊട്ടിയ കളിപ്പാട്ടത്തെ പോലെയാണ് ആ കുട്ടിയെ കാണുമ്പോൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ്. ലേക്കിൻ ഹം ബച്ചോं के लिए अजूबा था क्योंकि हमसे भिन्न था. थोड़ा घबराते भी थे हम उससे क्योंकि समझ नहीं पाते थे उसकी घबराहटों को. न इशारों में कहीं उसकी बातों को, न उसकी भयभीत आंखों में हर समय दिखती उसके अंदर की चटपटाहटों को. അജൂബ, അത്ഭുത, അതിശയം. ഭിന്ന് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്, അലഗ്. ഗബരാന, ഡർന, പേടി. ഭയഭീത്, എഫ്രൈഡ്. ചട്പട്ടാഹട്ട് എന്ന് പറഞ്ഞാൽ പരേഷാൻ, ബേച്ചൈൻ, അതായത് റെസ്റ്റ്ലെസ് ആയിട്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ലേക്കിൻ ഹം ബച്ചോं के लिए अजूबा था, ഞങ്ങൾക്ക് ആ കുട്ടി ഒരു വിചിത്രമായിരുന്നു, ഒരു അതിശയമുള്ള ഒരു ഇതായിരുന്നു, കുട്ടിയായിരുന്നു. ക്യോംകി ഹംസെ ഭിന്നത, ഞങ്ങളിൽ നിന്നെല്ലാം ഭിന്നമാണ് അവൻ. തോടാ ഘബരാത്തെ ബി തേ ഹം ഉസ്സെ ക്യോം സമജ് നഹി പാത്തേ തേ, ഇടയ്ക്കിങ്ങനെ പരിഭ്രമങ്ങൾ ഉണ്ടാവും ആ കുട്ടിക്ക്. ഹം ഉസ്സെ ക്യോം സമജ് നഹി പാത്തേ തേ ഉസ്കി ഘബരാഹട്ടോं को, അവൻ്റെ ആ പരിഭ്രമങ്ങൾ ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല.
എന്തുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ പരിഭ്രമിക്കുന്നത്, പേടിക്കുന്നത്. ന ഈശാരോ മേ കഹി ഉസ്കി ബാത്തോങ്കോ. ഈശാര പറഞ്ഞാൽ ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിക്കുക, സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ആംഗ്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് അതും ഈ മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. നൗസ്കി ഭയഭീത ആങ്കോമേ, പേടിച്ച ഒരു എല്ലാം കാണുമ്പോൾ ഒരു പേടിച്ചരുണ്ട് ആ കുട്ടീൻ്റെ കണ്ണിലൂടെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഹർ സമയ ദിക്തി, എല്ലാ സമയവും ഒരു പേടിച്ചൊരു പേടിയോട് കൂടിയാണ് ആ കുട്ടി എല്ലാവരെയും നോക്കുന്നത്. ഉസ്കെ അന്തർ കി ചട്പട്ടാ ഹട്ടോങ്കോ, അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമം അവൻ്റെ കണ്ണുകളിലൂടെ നമ്മൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പം എന്താ പറയുന്നത്, വ ഗൂംഗ ബച്ച ദൂസരെ ബച്ചോം കെ ലിയെ ഏക് അജൂബ താ. മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോഴും ആ കുട്ടികൾക്കൊരു വിചിത്രമായി തോന്നി. ക്യോംകി വ ഉൻസെ കുച്ച് അലഗ് താ, അവരിൽ നിന്ന് ഒരു ഭിന്നമായിരുന്നു. ദൂസരെ ബച്ചെ ഉസെ തോടാ ഘബരാത്തെ ബി തെ. ദൂസരെ ബച്ചെ, മറ്റുള്ള കുട്ടികൾ ഇവരെ കാണുമ്പം പരിഭ്രമിക്കുക, പേടി. क्योंकि वे उसकी घबराहटों, उसके इशारों और हर समय दिखती. ഇവൻ്റെ ആ പരിഭ്രമങ്ങളും ആംഗ്യങ്ങൾ കാണിക്കുന്നതും എല്ലാ സമയവും ഈ കുട്ടികൾ ഇങ്ങനെ കാണുകയാണ്. അവൻ്റെ ബേചൈനിക്കോ സമജ് നഹി പാത്തെ, എന്തിനാണ് അവൻ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ബാക്കിയുള്ള കുട്ടികൾക്കും മനസ്സിലാവുന്നില്ല. വേ യേ നഹി ജാൻ പാത്തെ थे कि आखिर ये बच्चा ऐसे इशारे क्यों करता. ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സാത്ഹി വേ പരേശാൻ, വിഷമിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ജിത്തനി ദർ വരത പാസ് ബൈठी उसकी माम निहारती रहती उसका खेलना. अब जैसे जैसे कुछ बेहतर समझने लगा हूँ उनकी भाषा जो बोल नहीं पाते हैं. याद आती रतन से अधिक उसकी माम की आंखों में झलकती उसकी बेबसी. നിഹാർന എന്ന് പറഞ്ഞാൽ ദേഖ്ന, ടുലുക്ക്, നോക്കുക. ബേഹത്തർ എന്ന് പറഞ്ഞാൽ ബെറ്റർ. ബേബസി പരേശാനി, വിഷമം. ജിത്തനി ദേർ വരത്ത പാസ് ബൈറ്റി ഉസ്കി മാം. ഈ കുട്ടികൾ കളിക്കുന്നുണ്ട്, ആ കളിക്കുന്ന അത്രയും സമയം ഉസ്കി മാം, അമ്മ, ഈ കുട്ടികളുടെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഇവരുടെ മകനും കളിക്കുന്നുണ്ട്. അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് അമ്മ. കളി തീരുന്നത് വരെ നോക്കിയിരിക്കുകയാണ്. നിഹാർത്തി പറഞ്ഞാൽ നോക്കുക. ഉസ്കാ ഖേൽന. അബ് ജൈസെ ജൈസെ കുച്ച് ബേഹത്തർ സമജ്നെ ലഗാ ഹും ഉൻകി ഭാഷ ജോ ബോൽ നഹി പാത്തെ. എന്താ പറയുന്നത്, അപ്പോൾ വ ഗൂംഗെ ലോഗോം കെ ദർദ് കോ സമജ്നെ ലഗാ ഹെ. അപ്പോൾ ഈ ഗൂംഗ, ഓമയായ ഈ കുട്ടിയുടെ വേദനകൾ ബാക്കിയുള്ള കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. तो उसे रतन नाम गूंगे बच्चे के ज़्यादा, ഈ ഗൂംഗയായിട്ട് ഓമയായിട്ടുള്ള ഈ കുട്ടിയുടെ ദുഃഖത്തെക്കാൾ കൂടുതൽ വിഷമം കവി ആരിൽ കാണുന്നു? ഉസ്കി മാം കി ആങ്കോമേ, അവരുടെ അമ്മയുടെ കണ്ണുകളിൽ കാണുന്നു. അപ്പം ഈ ഓമയായ കുട്ടിയുടെ ദുഃഖത്തെക്കാൾ കൂടുതൽ ദുഃഖം ആ കുട്ടിയുടെ അമ്മയുടെ മുഖത്തു നിന്നാണ് മനസ്സിലാക്കുന്നത്. रतन से अधिक उसकी माम की आंखों में झलकती उसकी बेबसी. കണ്ട, രക്തൻ സെ അധിക്, രക്തനേക്കാളും കൂടുതൽ. ഉസ്കി മാം കി ആങ്കോ മേ ജലക്തി ഉസ്കി ബേബസി. ബേബസി പറഞ്ഞാൽ വിഷമം. അവരുടെ അമ്മയ്ക്കാണ്, അമ്മയെ കാണുമ്പോഴാണ് കൂടുതൽ വിഷമം തോന്നുന്നത് എന്നാണ് കവി പറയുന്നത്. ഓക്കെ.